ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ചെറിയൊരു ഹദീസാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും ഭരണീയരാണ്, ഭരിക്കുന്ന ആളുകളാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. നിങ്ങൾ ആരെയാണ് ഭരിക്കുന്നത് അവരെ സംബന്ധിച്ചുകൊണ്ട് നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭരണീയരാണ് എന്ന കാര്യം ഓർക്കണമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താ ഭരണീയര്? ഞാനൊരു കുടുംബത്തിന്റെ നാഥനാവുമ്പോൾ ഞാൻ ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. അപ്പൊ എന്റെ ഭരണീയരാണ് ആര്? ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരല്ല. അവരുടെ ദീനിയായ ചൈതന്യം, അവരുടെ ദീനിയായ ചിട്ടയും ജീവിതവും എന്നോട് ചോദിക്കപ്പെടും. ഞാൻ അവർക്ക് ദീനി വിജ്ഞാനം പകർന്നു ചോദിക്കപ്പെടും. അവർ നിസ്കരിക്കുന്നുണ്ടോ, മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ എന്നോട് ചോദിക്കപ്പെടും. ഞാൻ അവരുടെ ഭരണീയനാണ് എന്നാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇപ്പോൾ എന്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ പല തുറമുഖങ്ങളിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, പല തുറകളിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, പല കാര്യങ്ങളിലും നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ താഴെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. അതായത് നിങ്ങളൊരു കമ്മിറ്റി, മദ്രസ കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ അംഗമാണെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള നിങ്ങളുടെ മഹല്ല് നിവാസികളെ സംബന്ധിച്ച് ചോദിക്കും. ഇമാമായി നിൽക്കുന്ന ഒരു പള്ളിയിലെ ഖത്തീബായി നിൽക്കുന്ന ആളുകളോട് അവരുടെ താഴെയുള്ള മഹല്ലിലെ ആളുകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമെന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാവരും ഭരണീയരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ കാര്യത്തെ ശ്രദ്ധ ചെലുത്തണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നല്ല മറുപടി നൽകി സ്വർഗീയ ലോകത്തിലേക്ക് പോകുന്ന, സ്വർഗവാസം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത് എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.